നമസ്കാരം. BBC വാർത്തകൾ ആരംഭിക്കുന്നു. ആദ്യം പ്രധാന വാർത്തകൾ. തൊടുപുഴ നഗരത്തിലെ മോർ ജംഗ്ഷനിൽ വർദ്ധിച്ചു വരുന്ന ഗതാഗത കുരുക്ക് നിയന്ത്രിക്കുവാൻ ഇതുവരെയും നടപടി സ്വീകരിച്ചിട്ടില്ല. വർഷങ്ങളായി ജംഗ്ഷനിലെ സിഗ്നൽ സംവിധാനം തകരാറിലാണ്. കേരള സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ അധ്യാപക മാർച്ചും ധർണയും നടത്തി. ധർണ CPIM ജില്ലാ സെക്രട്ടറി CV വർഗീസ് ഉദ്ഘാടനം ചെയ്തു. ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആൻസി തോമസ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനം രാജിവെച്ചു. നെടുങ്കണ്ടം റോട്ടറി ക്ലബ് ഓഫ് ഈസ്റ്റ് ഹിൽസും തൊടുപുഴ സ്മിത മെമ്മോറിയൽ ആശുപത്രിയും ടെസ്റ്റ് ലാബും സംയുക്തമായി ഞായറാഴ്ച നെടുങ്കണ്ടം പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ വെച്ച് സൗജന്യ മെഗാ മെഡിക്കൽ ക്യാമ്പ് നടത്തുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. HRDS ഇന്ത്യ സ്പോർട്സ് അക്കാദമിയുടെ ലോക പോലീസ് മെഡൽ ജേതാവ് വിനീത് ശശീന്ദ്രന് HRDS ഇന്ത്യ തൊടുപുഴ ഓഫീസിൽ ഊഷ്മളമായ സ്വീകരണം നൽകി. HRDS ഇന്ത്യ ഡയറക്ടർ ബിജു കൃഷ്ണൻ മെമന്റോ നൽകി ആദരിച്ചു. വാർത്തകൾ വിശദമായി. തൊടുപുഴ നഗരത്തിലെ മോർ ജംഗ്ഷനിൽ വർദ്ധിച്ചു വരുന്ന ഗതാഗത കുരുക്ക് നിയന്ത്രിക്കാൻ ഇതുവരെയും നടപടി സ്വീകരിച്ചിട്ടില്ല. വർഷങ്ങളായി ജംഗ്ഷനിലെ സിഗ്നൽ സംവിധാനം തകരാറിലാണ്. ഈ പ്രദേശത്തെ തിരക്ക് നിയന്ത്രിക്കുവാൻ ആവശ്യപ്പെട്ട് പൊതുജനങ്ങൾ ഉൾപ്പെടെ പരാതിയുമായി നിരന്തരം രംഗത്ത് വരാറുണ്ടെങ്കിലും യാതൊരു പ്രയോജനവും ലഭിച്ചിട്ടില്ല. വിഷയത്തിൽ പരിഹാരം കാണണമെന്ന് കേരള കോൺഗ്രസ് M മണ്ഡലം പ്രസിഡന്റ് ഡോണി കട്ടക്കയം ആവശ്യപ്പെട്ടു. തൊടുപുഴ നഗരത്തിൽ മോർ ജംഗ്ഷനിൽ അനുദിനം വർദ്ധിച്ചു വരുന്ന ഗതാഗത കുരുക്ക് നിയന്ത്രിക്കാൻ നഗരസഭാ അധികൃതരും വിവിധ വകുപ്പ് ഉദ്യോഗസ്ഥരും ഊർജിത നടപടികൾ ആരംഭിച്ചതായി പറഞ്ഞെങ്കിലും എല്ലാം പ്രഖ്യാപനങ്ങളിൽ മാത്രമാണെന്ന് ആക്ഷേപം. ഗതാഗത തടസ്സം ഒഴിവാക്കാൻ ഏറ്റവും അധികം ട്രാഫിക് പ്രശ്നമുള്ള KSRTC ജംഗ്ഷനിലെ 3 ബസ് സ്റ്റോപ്പുകളിലും ബസ്സുകൾ നിലവിൽ നിർത്തുന്നിടത്തു നിന്ന് 20 മീറ്റർ മുന്നോട്ട് മാറ്റി നിർത്താൻ നടപടിയായെങ്കിലും ഇവിടെ ഗതാഗത കുരുക്കിന് ഒരു മാറ്റവും ഉണ്ടായിട്ടില്ല. പലപ്പോഴും ബസ്സുകൾ പഴയ സ്ഥലങ്ങളിൽ തന്നെ നിർത്തി യാത്രക്കാരെ കയറ്റുകയും ഇറക്കുകയും ചെയ്യുന്നു. സമീപത്തെ സ്വകാര്യ പാർക്കിങ്ങിന്റെ പേരിലുള്ള പരാതികൾക്കും പരിഹാരമില്ല. വിഷയത്തിൽ പരിഹാരം കാണണമെന്ന് കേരള കോൺഗ്രസ് M മണ്ഡലം പ്രസിഡന്റ് ഡോണി കട്ടക്കയം ആവശ്യപ്പെട്ടു. തൊടുപുഴയിലെ ഒരു വളർച്ചയ്ക്കും അതിൻ്റെ പാലത്തിൻ്റെ അപ്രോച്ച് റോഡുകളും ഒന്നും വീതി കൂട്ടാതെ എടുക്കുന്നുണ്ടായ ഒരു വൈകൃതമായ ഒരു റോഡ് മാർഗം സഞ്ചരിക്കാനുള്ള പ്രോബ്ലം ഉണ്ടാകുന്നുണ്ട്. ഇത് നമ്മൾ മറ്റ് ബാംഗ്ലൂർ മോഡൽ ഒരു ഫ്ലൈ ഓവർ വിഭാവന ചെയ്താൽ ഈ ബ്ലോക്ക് മാറി കിട്ടാൻ സാധ്യതയുണ്ട്. ഇതിന് തൊടുപുഴ മുനിസിപ്പൽ കൗൺസിലർമാരും അതുകൊണ്ട് മുനിസിപ്പൽ അധികാരികളും ഉയർന്നു പ്രതീക്ഷിച്ച് MLAയുമായി ഇരുന്നു കൊണ്ട് ഒരു പ്രത്യേക ഒരു അജണ്ട ഉണ്ടാക്കിയെങ്കിൽ മാത്രമേ ഇവിടെ ഒരു ഫ്ലൈ ഓവർ വരികയുള്ളൂ. അത് കാലങ്ങളായി ജനങ്ങൾ വളരെയധികം വാഹനങ്ങളിൽ യാത്രയിൽ ദുരിതം അനുഭവപ്പെടുന്നു. ഇതിനെതിരെ കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിൻ്റെ മണ്ഡലം പ്രസിഡന്റ് നിലയിൽ ഞാൻ അഗാധമായ ദുഃഖം രേഖപ്പെടുത്തുന്നു. ഇനി മുമ്പോട്ടുള്ള പ്രയത്നത്തിലാണെങ്കിലും തൊടുപുഴ ജനതയ്ക്ക് ഒരു ബ്ലോക്കിൽ കടന്നുകൊണ്ട് മണിക്കൂറോളം യാത്ര ചെയ്യാൻ ഇടവരാതിരിക്കാൻ വേണ്ടി പ്രത്യേകമായൊരു സാഹചര്യം ഗവൺമെന്റിനോട് ഒരു നോമിനേഷൻ കൊടുക്കാൻ വേണ്ടിയും തീരുമാനിച്ചിട്ടുണ്ട്. വർഷങ്ങളായി ജംഗ്ഷനിലെ സിഗ്നൽ സംവിധാനം തകരാറിലാണ്. ഈ പ്രദേശത്തെ തിരക്ക് നിയന്ത്രിക്കുവാൻ ആവശ്യപ്പെട്ട പൊതുജനങ്ങൾ ഉൾപ്പെടെ പരാതിയുമായി നിരന്തരം രംഗത്ത് വരാറുണ്ടെങ്കിലും യാതൊരു പ്രയോജനവും ലഭിച്ചിട്ടില്ലെന്ന് പൊതുപ്രവർത്തകനും ബസ്സുടമയുമായ ഡെനീസ് എബ്രാഹാം പറഞ്ഞു. ഞാൻ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി, ഇടുക്കി SP, ഇടുക്കി ജില്ലാ കളക്ടർ, DGP എന്നിവർക്ക് പരാതി നൽകിയിരുന്നു. ഇതിനു മുമ്പ് ഞാൻ പല പരാതികൾ നൽകിയിരുന്നതാണ്. ഇവിടെ ട്രാഫിക് അഡ്വൈസറി കമ്മിറ്റി കൂടുന്നുണ്ടെങ്കിലും കൂടിയ തീരുമാനമെടുത്ത പല കാര്യങ്ങളും ഇതുവരെ നടപ്പാക്കാൻ ഉദ്യോഗസ്ഥർ തയ്യാറായിട്ടില്ല. ഇതുമൂലമാണ് അതിരൂക്ഷമായ ട്രാഫിക് ബ്ലോക്ക് ഉണ്ടാകുന്നത്. ഇതിൻ്റെ പ്രധാന കാരണം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പലയിടത്തും സിഗ്നലുകളില്ല. അനധികൃതമായിട്ടുള്ള നോ പാർക്കിങ്ങിന് കീഴിലുള്ള വാഹനങ്ങളുടെ പാർക്കിങ് സ്ഥിരമായിട്ട് നമ്മുടെ ഇടുക്കി റോഡാണ് മെയിനായിട്ട് ബ്ലോക്കായി കിടക്കുന്നത്. ഗാന്ധി സ്ക്വയർ മുതൽ നമ്മുടെ മാരിക്കലുങ്ക് ഭാഗം വരെയും സ്ഥിരമായിട്ട് കഴിഞ്ഞ ആഴ്ചയെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും വണ്ടി പാസ് പോകാൻ പറ്റാത്ത അവസ്ഥയിൽ ഒരു ദിവസത്തോളം ഫുള്ള് ബ്ലോക്കായി കിടക്കുന്ന ഒരവസ്ഥയുണ്ടായി. ജംഗ്ഷനിൽ നിൽക്കുന്ന 2 പോലീസുകാരല്ലാണ്ട് മറ്റ് ട്രാഫിക് ഉദ്യോഗസ്ഥരാരും ഇത് നിയന്ത്രിക്കാൻ ഇടപെടുകയോ അതിന് വേണ്ട ക്രമീകരണങ്ങൾ ചെയ്യുകയോ ഇവർ ചെയ്യുന്നില്ല. അതുപോലെ തന്നെ നമ്മുടെ സെൻറ്റ് മേരീസ് ഹോസ്പിറ്റലിൻ്റെ ഭാഗത്ത് ഒരു PWD ഒരു ആർച്ച് പണിത് വെച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞ വർഷം ട്രാഫിക് അഡ്വൈസറി കമ്മിറ്റിയിൽ അത് പൊളിച്ചു നീക്കാൻ PWDക്ക് ലെറ്റർ കൊടുത്തിട്ടുണ്ടെന്നാണ് പറയുന്നത്. ഇതുവരെ അത് പൊളിച്ചു നീക്കാനുള്ള കാര്യങ്ങളോ ഒന്നും ചെയ്തിട്ടില്ല. അതുപോലെ തന്നെ ഈ ഉപയോഗശൂന്യമായ ടെലിഫോൺ പോസ്റ്റുകൾ
ഈ റോഡിന് ബ്ലോക്കാക്കി പല സ്ഥലങ്ങളിലും നിൽക്കുന്നത്. അത് പറിച്ചു മാറ്റാനുള്ള നടപടികൾ ചെയ്തിട്ടില്ല. ഇതൊക്കെയാണ് പ്രധാനമായിട്ടും അവിടെ ഈ ബ്ലോക്കുകൾ ഉണ്ടാകാനുള്ള പ്രധാന കാരണങ്ങൾ. ഉദ്യോഗസ്ഥന്മാർ കാര്യങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലാക്കാതെയും പഠിക്കാതെയും ഈ അശാസ്ത്രീയമായി ചെയ്യുന്ന കാര്യങ്ങളാണ്. ഇവർ കാര്യങ്ങൾ മനസ്സിലാക്കാതെ ഏതെങ്കിലും ഒരു വണ്ടി, ബസ്സോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വാഹനം ബ്ലോക്കായെന്നും പറഞ്ഞ് ഇവർ പുറകിൽ വന്നിട്ട് ഫോൺ എടുത്ത് ഫോട്ടോ എടുക്കുന്നു, ഈ ചെല്ലാനടിക്കുന്നു. ഇത് വളരെയധികം ബുദ്ധിമുട്ടുകൾ പൊതുജനങ്ങൾക്കും ഉണ്ടാകുന്നുണ്ട്, പൊതുഗതാഗതം സ്വകാര്യ ബസ്സുകൾക്കും ഉണ്ടാകുന്നുണ്ട്. കാരണം ഒരു കാരണവുമില്ല. ഇത് എന്താണ് ഇതിൻ്റെ വ്യക്തതയെന്ന് മനസ്സിലാക്കിയതിന് ശേഷം അവർ ജീവനക്കാരുടെ ഭാഗത്ത് തെറ്റുണ്ടെങ്കിൽ അവരത് ചെയ്തോട്ടെ. കാരണം ജീവനക്കാർ നിയമവിരുദ്ധമായിട്ട് റോങ് സൈഡ് കയറി നിർത്തുവോ അല്ലെങ്കിൽ വഴി ബ്ലോക്കാക്കുകയോ ഒക്കെ ചെയ്യുവാണെങ്കിൽ അത് നടപടി എടുത്തോട്ടെ. ഇത് എന്താണെന്ന് കാര്യങ്ങൾ വ്യക്തമായി മനസ്സിലാക്കാതെ, ഫ്രണ്ടിൽ നടക്കുന്ന സംഭവം എന്താണെന്ന് മനസ്സിലാക്കാതെ പുറകിൽ നിന്ന് വന്ന് ഇവർ ക്യാമറയിൽ ഇതുകൂട്ട് ഫോട്ടോ എടുത്തിട്ട് ഈ ചെല്ലാൻ അടിച്ചു തരുവാണ്. അതൊക്കെ ഒരു വളരെ ബുദ്ധിമുട്ട് ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ്. വർഷങ്ങൾക്ക് മുൻപ് സിഗ്നൽ ലൈറ്റുകൾ സ്ഥാപിച്ചെങ്കിലും ഗതാഗതക്കുരുക്ക് രൂക്ഷമായതോടെ അത് പ്രവർത്തിപ്പിക്കാത്ത സാഹചര്യമാണ്. നഗരത്തിലെ തിരക്കേറിയ ഈ ഭാഗത്തെ ട്രാഫിക് കുരുക്ക് ഒഴിവാക്കുന്നതിന് വിദഗ്ധ സമിതിയെ കൊണ്ട് പരിശോധന നടത്തി റിപ്പോർട്ട് തേടേണ്ട സാഹചര്യമാണ്. ഇക്കാര്യത്തിൽ ബന്ധപ്പെട്ടവർ ഉണർന്ന് പ്രവർത്തിപ്പിക്കണമെന്ന ആവശ്യവും ശക്തമായി. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. കേരള സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ അധ്യാപക മാർച്ചും ധർണയും നടത്തി. ധർണ CPIM ജില്ലാ സെക്രട്ടറി CV വർഗീസ് ഉദ്ഘാടനം ചെയ്തു. KR ഷാജിമോൻ അധ്യക്ഷത വഹിച്ചു. ജില്ലയിലെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് നിരവധി അധ്യാപകർ പങ്കെടുത്തു. കേന്ദ്ര സർക്കാരിന്റെ ജനവിരുദ്ധ നയങ്ങൾ തിരുത്തുക, കേരളത്തോടുള്ള അവഗണന അവസാനിപ്പിക്കുക, കേരള സർക്കാരിന്റെ ജനപക്ഷ ബദൽ നയങ്ങൾക്ക് കരുത്തുപകരുക, ദേശീയ വിദ്യാഭ്യാസ നയം 2020 തള്ളിക്കളയുക, DA കുടിശ്ശിക അനുവദിക്കുക, ശമ്പള പരിഷ്കരണ നടപടികൾ ആരംഭിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് KSTA ജില്ലാ കമ്മിറ്റി തൊടുപുഴയിൽ നടത്തിയ പ്രകടനത്തിലും ധർണയിലും കേന്ദ്ര സർക്കാരിനെതിരായ രോക്ഷമുയർന്നു. KSTA ഓഫീസ് പരിസരത്ത് നിന്ന് ആരംഭിച്ച മാർച്ച് മുനിസിപ്പൽ മൈതാനിയിൽ സമാപിച്ചു. തുടർന്ന് നടന്ന ധർണ ജില്ലാ ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ CV വർഗീസ് ഉദ്ഘാടനം ചെയ്തു. നിങ്ങൾ ഉയർത്തുന്ന മുദ്രാവാക്യങ്ങളെ സംബന്ധിച്ചും അതിൻ്റെ ആവശ്യകതയെ സംബന്ധിച്ചെല്ലാം സ്വാഭാവികമായും KSTAയുടെ സംസ്ഥാന ഭാരവാഹികളായി പങ്കെടുത്തിട്ടുള്ളവർ ഇവിടെ വിശദീകരിക്കും എന്നുള്ളതുകൊണ്ട് തന്നെ അത്തരം വിഷയങ്ങളുടെ പരാമർശത്തെ കടന്നു പോകാൻ ഞാൻ ആഗ്രഹിക്കുന്നു. നമ്മുടെ രാജ്യത്തെ സംബന്ധിച്ച് ഇന്ത്യ എങ്ങോട്ടാണ് സഞ്ചരിക്കുന്നത് എന്ന് സംബന്ധിച്ച് കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി നാമെല്ലാം വായിക്കുന്ന വാർത്താമാധ്യമങ്ങളിലൂടെ അനുദിനമെന്ന പോലെ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ രാജ്യത്ത് സംഘപരിവാർ ശക്തികൾ രാജ്യത്തിൻ്റെ രാഷ്ട്രീയാധികാരത്തെ കടന്നു വന്നാൽ ഇന്ത്യ എന്ന മാതൃ രാജ്യം തന്നെ ഒരു സവർണാധിപത്യ ഭരണകൂടത്തിൻ്റെ കൈകളിലേക്ക് പോകുമെന്ന ഇന്ത്യൻ ജനതയോട് ആദ്യമായി പറഞ്ഞത് ഇന്ത്യയിലെ പുരോഗമന ആശയം ഉൾക്കൊള്ളുന്ന രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളാണ്. KSTA ജില്ലാ പ്രസിഡന്റ് KR ഷാജിമോൻ അധ്യക്ഷത വഹിച്ചു. ജില്ലാ സെക്രട്ടറി MR അനിൽകുമാർ, സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗങ്ങളായ KV അനീഷ് ലാൽ, M രമേശ്, സംസ്ഥാന കമ്മിറ്റി അംഗം അപർണ നാരായണൻ, ജില്ലാ ട്രഷറർ M തങ്കരാജ്, PR ബിന്ദു, KJ ത്രേസ്യാമ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആൻസി തോമസ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനം രാജിവെച്ചു. മുന്നണി ധാരണ പ്രകാരമാണ് ആൻസി തോമസിന്റെ രാജി. BDO ഷൈജാമോൾ കോയ മുമ്പാകെയാണ് രാജി സമർപ്പിച്ചത്. ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആൻസി തോമസ് മുന്നണി ധാരണ പ്രകാരം രാജിവെച്ചു. BDO ഷൈജാമോൾ കോയ മുൻപാകെയാണ് രാജി സമർപ്പിച്ചത്. കോൺഗ്രസ് ടിക്കറ്റിൽ മത്സരിച്ച് വിജയിച്ച രാജീവ് ചന്ദ്രൻ കൂറുമാറി LDFൽ ചേർന്നതോടെ നിയമപോരാട്ടങ്ങൾക്കൊടുവിൽ രാജീവ് ചന്ദ്രനെ കോടതി അയോഗ്യയാക്കിയതിനെ തുടർന്നാണ് ആൻസി തോമസ് പ്രസിഡന്റ് പദം ഏറ്റെടുത്തത്. 11 മാസത്തെ സേവനത്തിന് ശേഷമാണ് ആൻസി തോമസ് പ്രസിഡന്റ് സ്ഥാനം രാജിവെച്ചത്. കഴിഞ്ഞ 2024 സെപ്റ്റംബർ 12 പ്രസിഡന്റായ സ്ഥാനമേറ്റ് തുടർന്ന് വന്ന കാലയളവിൽ പാർട്ടി മുന്നണി ധാരണ പ്രകാരം പാർട്ടിയുടെ പാർലമെന്റ് പാർട്ടി കൂടിയെടുത്ത തീരുമാനപ്രകാരമാണ് പ്രസിഡന്റ് സ്ഥാനം രാജിവെച്ചിരിക്കുന്നത്. പിന്നെ 2024 സെപ്റ്റംബർ 12 അധികാരത്തിൽ വന്നത് മുതൽ ഇങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ എൻ്റെ സഹമെമ്പർമാരായിട്ടുള്ള എല്ലാവരുടെയും സഹകരണത്തോടു കൂടി ഈ കഴിഞ്ഞ കാലങ്ങളിൽ ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്തിന്റെ വികസന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുവാനായി സാധിച്ചതിൽ വളരെയധികം സന്തോഷമുണ്ട്. എൻ്റെ സഹപ്രവർത്തകരും
ഒപ്പം നിന്നുകൊണ്ട് നൂതന പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കുവാനും മുടങ്ങിക്കിടന്ന പദ്ധതികൾക്ക് പുതുജീവൻ നൽകുവാനുമായിട്ട് സാധിച്ചിട്ടുണ്ട്. അതിന് എന്നോടൊപ്പം നിന്ന എൻ്റെ പാർട്ടി നേതൃത്വത്തിനും എൻ്റെ സഹമെമ്പർമാർക്കും വൈസ് പ്രസിഡന്റ് എന്ന നിലയിൽ എ.വി. തോമസും സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാര്, മറ്റ് എൻ്റെ പ്രതിപക്ഷ മെമ്പർമാർ എല്ലാവരും എന്നോടൊപ്പം നിന്ന് എൻ്റെ ഒപ്പമായിരുന്നു കൊണ്ട് എല്ലാവിധ സഹകരണങ്ങളും തന്ന് പ്രവർത്തിക്കുവാനായി സാധിച്ചതിൽ വളരെയധികം സന്തോഷമുണ്ട്. പുതിയ പ്രസിഡന്റ് ചുമതലയേൽക്കുന്നതുവരെ വൈസ് പ്രസിഡന്റ് എ.ബി. തോമസിനായിരിക്കും പ്രസിഡന്റിന്റെ ചുമതല. മുന്നണി ധാരണ പ്രകാരം കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിലെ ഡോളി സുനിലാണ് അടുത്ത പ്രസിഡന്റായി ചുമതലയേൽക്കുക. ബ്ലോക്ക് മെമ്പർമാരായ എ.ബി. തോമസ്, സ്നേഹൻ രവി, സെൽവ രാജൻ, ബിനോയ് വർക്കി, സാന്ദ്രമോൾ ജിന്നി, റിൻഡാമോൾ വർഗീസ് എന്നിവർ രാജി സമർപ്പിക്കുവാൻ ആൻസി തോമസിനൊപ്പം എത്തിയിരുന്നു. ന്യൂസ് ബ്യൂറോ, ഇടുക്കി. നെടുങ്കണ്ടം റോട്ടറി ക്ലബ് ഓഫ് ഈസ്റ്റ് ഹിൽസും തൊടുപുഴ സ്മിത മെമ്മോറിയൽ ആശുപത്രിയും ടെസ്റ്റ് ലാബും സംയുക്തമായി ഞായറാഴ്ച നെടുങ്കണ്ടം പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ വെച്ച് സൗജന്യ മെഗാ മെഡിക്കൽ ക്യാമ്പ് നടത്തുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ക്യാമ്പിന് സ്മിത ഹോസ്പിറ്റലിലെ വിദഗ്ധ ഡോക്ടർമാർ നേതൃത്വം നൽകും. കാർഡിയോളജി, ജനറൽ ഫിസിഷ്യൻ, ഓങ്കോളജി, എൻഡോക്രൈനോളജി, ഓർത്തോപീഡിക്, ജനറൽ മെഡിസിൻ, ഡയറ്റീഷ്യൻ തുടങ്ങിയ വിഭാഗങ്ങളിൽ രോഗികളെ പരിശോധിച്ച് സൗജന്യമായി മരുന്നുകൾ നൽകും. നെടുങ്കണ്ടം റോട്ടറി ക്ലബ് ഓഫ് ഈസ്റ്റ് ഹിൽസും തൊടുപുഴ സ്മിത മെമ്മോറിയൽ ആശുപത്രിയും ടെസ്റ്റ് ലാബും സംയുക്തമായി ഞായറാഴ്ച സൗജന്യ മെഗാ മെഡിക്കൽ ക്യാമ്പ് നെടുങ്കണ്ടം പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ നടത്തുമെന്ന് ക്ലബ്ബ് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ഈ ക്യാമ്പിൽ സ്മിത ഹോസ്പിറ്റലിലെ മികച്ച ഡോക്ടർമാരുടെ സേവനം ലഭ്യമാണ്. കാർഡിയോളജി, ജനറൽ ഫിസിഷ്യൻ, ഓങ്കോളജി, എൻഡോക്രൈനോളജി, ഓർത്തോപീഡിയ, ജനറൽ മെഡിസിൻ, ഡയറ്റീഷ്യൻ തുടങ്ങിയ വിഭാഗങ്ങളിൽ രോഗികളെ പരിശോധിച്ച് സൗജന്യമായി മരുന്ന് വിതരണം നടത്തുന്നു. കൂടാതെ വൈറ്റൽസ് പരിശോധന, തൈറോയിഡ്, ഡയറ്റീഷ്യൻ, കാർഡിയാക് രോഗികൾക്ക് ECG പരിശോധനകളും ടെസ്റ്റ് ലാബിൻ്റെ നേതൃത്വത്തിൽ നടത്തുന്നു. തുടർന്നുള്ള ചൊവ്വാഴ്ചകളിൽ രാവിലെ 9 മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെ സ്മിത മെമ്മോറിയൽ ഹോസ്പിറ്റലിലെ ഡോക്ടർമാരുടെ സേവനം നെടുങ്കണ്ടം കിഴക്കേക്കവലയിലുള്ള ടെസ്റ്റ് ലാബിൽ ലഭ്യമാണ്. രാവിലെ 9 മുതൽ ഉച്ചയ്ക്ക് 1 വരെ നടക്കുന്ന ക്യാമ്പിന് സ്മിത ഹോസ്പിറ്റലിലെ വിദഗ്ധ ഡോക്ടർമാർ നേതൃത്വം നൽകും. കാർഡിയോളജി, ജനറൽ ഫിസിഷ്യൻ, ഓങ്കോളജി, എൻഡോക്രൈനോളജി, ഓർത്തോപീഡിക്, ജനറൽ മെഡിസിൻ, ഡയറ്റീഷ്യൻ തുടങ്ങിയ വിഭാഗങ്ങളിൽ രോഗികളെ പരിശോധിച്ച് സൗജന്യമായി മരുന്നുകൾ നൽകും. കൂടാതെ വൈറ്റൽസ് പരിശോധന, തൈറോയിഡ്, ECG പരിശോധനകൾ എന്നിവയും നടത്തും. തുടർന്നുള്ള ചൊവ്വാഴ്ചകളിൽ രാവിലെ 9 മണി മുതൽ 1 മണി വരെ സ്മിത ഹോസ്പിറ്റലിന്റെ സേവനം നെടുങ്കണ്ടം കിഴക്കേ കവലയിലെ ടെസ്റ്റ് ലാബിൽ ലഭ്യമാണെന്നും ക്ലബ് പ്രസിഡന്റ് സോജൻ കുര്യാക്കോസ്, സെക്രട്ടറി അജി സത്യവ്രതൻ, മുൻ പ്രസിഡന്റ് പി സുധീഷ് കുമാർ, അസിസ്റ്റന്റ് ഗവർണർ PK ഷാജി, ഫ്രാൻസിസ് പുളിക്കൻ, VM ജോയി എന്നിവർ പറഞ്ഞു. ഫോൺ 9495 596777 9562 7872 47 9446 450082. ന്യൂസ് ബ്യൂറോ, ഇടുക്കി. വൺ ഇന്ത്യ വൺ പെൻഷൻ മൂവ്മെന്റിന്റെ നേതൃത്വത്തിൽ സന്ദേശയാത്ര നടത്തി. വർക്കിംഗ് പ്രസിഡന്റ് N. രാധാകൃഷ്ണൻ, സ്ഥാപക നേതാവ് ബിജു M. ജോസഫ്, ട്രഷറർ സുരേന്ദ്രൻ ചങ്ങരോത്ത്, ഇടുക്കി ജില്ലാ ആക്ടിംഗ് പ്രസിഡന്റ് ക്ലേറ്റസ് ഇടുക്കി, സെക്രട്ടറി അനീഷ് തുടങ്ങിയവർ പങ്കെടുത്തു. സന്ദേശയാത്രയുടെ സമാപനത്തോടനുബന്ധിച്ച് ചെറുവത്തൂരിൽ നിരവധി പ്രവർത്തകർ പങ്കെടുത്ത പന്തം കൊളുത്തി പ്രകടനം നടന്നു. 60 വയസ്സ് കഴിഞ്ഞ മുഴുവൻ ആളുകൾക്കും പ്രതിമാസം 10,000 രൂപ പെൻഷൻ നൽകണമെന്ന ആവശ്യമുന്നയിച്ച് പ്രധാനമന്ത്രിക്ക് 1 ലക്ഷം പേർ ഒപ്പിട്ട നിവേദനം നൽകുമെന്ന് വൺ ഇന്ത്യ വൺ പെൻഷൻ മൂവ്മെന്റ് സംസ്ഥാന പ്രസിഡന്റ് NM ഷെരീഫ് അറിയിച്ചു. സംഘടനയുടെ സ്ഥാപക ദിനത്തിന്റെ ഭാഗമായി തിരുവനന്തപുരത്ത് നിന്ന് ചെറുവത്തൂരിലേക്ക് പരശുരാം എക്സ്പ്രസിൽ നേതാക്കൾ സന്ദേശയാത്ര നടത്തി. വർക്കിംഗ് പ്രസിഡന്റ് N. രാധാകൃഷ്ണൻ, സ്ഥാപക നേതാവ് ബിജു M. ജോസഫ്, ട്രഷറർ സുരേന്ദ്രൻ ചെങ്ങരോത്ത്, ഇടുക്കി ജില്ലാ ആക്ടിംഗ് പ്രസിഡന്റ് ക്ലീറ്റസ് ഇടുക്കി, സെക്രട്ടറി അനീഷ് തുടങ്ങിയവർ പങ്കെടുത്തു. സന്ദേശയാത്രയുടെ സമാപനത്തോടനുബന്ധിച്ച് ചെറുവത്തൂരിൽ നിരവധി പ്രവർത്തകർ പങ്കെടുത്ത പന്തം കൊളുത്തി പ്രകടനവും നടന്നു. HRDS ഇന്ത്യ സ്പോർട്സ് അക്കാദമിയുടെ ലോക പോലീസ് മെഡൽ ജേതാവ് വിനീത് ശശീന്ദ്രന് HRDS ഇന്ത്യ തൊടുപുഴ ഓഫീസിൽ ഊഷ്മളമായി സ്വീകരണം നൽകി. HRDS ഇന്ത്യ ഡയറക്ടർ ബിജു കൃഷ്ണൻ മെമന്റോ നൽകി ആദരിച്ചു. HRDS ഇന്ത്യ സ്പോർട്സ് അക്കാദമിയുടെ ലോക പോലീസ് മെഡൽ ജേതാവ് വിനീത് ശശീന്ദ്രന് HRDS ഇന്ത്യ തൊടുപുഴ ഓഫീസിൽ ഊഷ്മളമായ സ്വീകരണം നൽകി. ജൂൺ 30 മുതൽ ജൂലൈ 6 വരെ അമേരിക്കയിൽ നടന്ന ലോക പോലീസ് ഫയർ ആൻഡ് അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യൻ പോലീസ് ടീമിനെ പ്രതിനിധീകരിച്ച് 2 സ്വർണ്ണ മെഡലുകളും 1 വെള്ളി മെഡലും നേടി.
400 മീറ്റർ മിക്സ്ഡ് റിലേയിലും 100 മീറ്റർ റിലേയിലും സ്വർണവും 400 മീറ്റർ റിലേയിൽ വെള്ളിയും നേടി. ഇന്ത്യൻ അത്ലറ്റായ വിനീതിനും ഭാര്യ ആതിര എസ് നായർക്കും HRDS ഇന്ത്യ ഡയറക്ടർ ബിജു കൃഷ്ണൻ മൊമന്റോ നൽകി ആദരിച്ചു. HRDS ഇന്ത്യയുടെ സ്പോർട്സ് അക്കാദമിയിലെ കായിക താരങ്ങളായിട്ടുള്ള വിനീത് ശശീന്ദ്രൻ അമേരിക്കയിലെ ബർക്കിംഗ്ഹാമിൽ നടന്ന വേൾഡ് പോലീസ് ടൂർണമെൻറ്റിൽ 2 സ്വർണ്ണ മെഡലുകളും 1 വെള്ളി മെഡലും കരസ്ഥമാക്കിയുണ്ടായി. 400 റിലേ മത്സരങ്ങളിലാണ് ഈ വലിയ ചരിത്ര നേട്ടം ഇന്ത്യക്ക് വേണ്ടി നേടിയത്. അദ്ദേഹത്തെ HRDS ഇന്ത്യയുടെ തൊടുപുഴ ഓഫീസിൽ സ്വീകരണം നൽകുകയുണ്ടായി. ഇന്ത്യക്ക് ഒരു കായിക രംഗത്തെ അഭിമാനമായിട്ട് വളർന്നു വരുന്ന കായിക താരമാണ് ശ്രീ വിനീത് ശശീന്ദ്രൻ. അദ്ദേഹത്തിന് ഇതിൻ്റെ പരിശീലനം നൽകുന്നത് HRDS ഇന്ത്യയുടെ ചീഫ് പ്രോജക്റ്റ് ഡയറക്ടറായിട്ടുള്ള സ്പോർട്സിൻ്റെ കോച്ച് ശ്രീ ഡോക്ടർ C. അജിത് കുമാർ അവറുകളാണ്. അദ്ദേഹത്തെയും ഈ അവസരത്തിൽ HRDS ഇന്ത്യക്ക് വേണ്ടി അഭിനന്ദനം അറിയിക്കുകയാണ്. സ്പോർട്സ് അക്കാദമി ചീഫ് പ്രോജക്ട് ഡയറക്ടർ ഡോക്ടർ അജിത് കുമാർ, അസിസ്റ്റന്റ് മാനേജർ ശ്രീലക്ഷ്മി, പ്രോജക്ട് അസിസ്റ്റന്റ് ഉണ്ണിമായ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. അന്താരാഷ്ട്ര തലത്തിൽ HRDS ഇന്ത്യ ഈ വർഷം രാജ്യത്തിനായി 5 മെഡലുകൾ നേടി. SS സ്നേഹയിലൂടെ കൊറിയയിൽ നടന്ന ഏഷ്യൻ ചാമ്പ്യൻഷിപ്പിൽ വെള്ളി മെഡലോടെയാണ് ഇത് ആരംഭിച്ചത്. തുടർന്ന് തായ്വാനിൽ സ്വർണവും ഇപ്പോൾ വിനീതിലൂടെ അമേരിക്കയിൽ നിന്ന് 2 സ്വർണ്ണ മെഡലുകളുമാണ് നേടിയിരിക്കുന്നത്. കൂടാതെ 1 വെള്ളി മെഡലും നേടിയിട്ടുണ്ട്. രാജ്യത്തെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള 100 കണക്കിന് കായിക താരങ്ങൾ HRDS ഇന്ത്യ സ്പോർട്സ് അക്കാദമിയിലൂടെ പരിശീലനം നേടുന്നു. തുടർന്നും ഇന്ത്യയിലെ സ്പോർട്സ് 2036 നമ്മൾ ഒളിമ്പിക്സ് ഹോസ്റ്റ് ചെയ്യാം. അതിന് മുന്നോടിയായി രാജ്യത്തിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു പ്രക്രിയയുടെ ഭാഗമായിട്ടാണ് HRDS ഇന്ത്യയുടെ സെക്രട്ടറി ആയിട്ടുള്ള അജീഷ് സാറിൻ്റെ പ്രത്യേക നിർദ്ദേശപ്രകാരം ഈ വർഷം ആരംഭിച്ച ഇന്ത്യ സ്പോർട്സ് ഇന്ത്യ അക്കാദമി. അതിൽ നമ്മുടെ 2 കുട്ടികളാണ് ഇപ്പോൾ ഇന്റർനാഷണൽ ലെവലിൽ പങ്കെടുത്തത്. ആദ്യത്തെ സ്നേഹ SS, അത് ഏഷ്യൻ ഗെയിംസിൽ സിൽവർ മെഡലും തായ്വാൻ ഓപ്പൺ മീറ്റിൽ ഗോൾഡ് മെഡലും നേടി. തുടർന്ന് വേൾഡ് ചാമ്പ്യൻഷിപ്പിൽ പോലീസ് ചാമ്പ്യൻഷിപ്പിൽ വിനീത് ശശീന്ദ്രൻ 3 മെഡലുകളാണ്, 2 ഗോൾഡ് മെഡലും 1 സിൽവർ മെഡലും. ഈ വരുന്ന സംസ്ഥാന സ്കൂൾ കായികമേള അതോടൊപ്പം തന്നെയുള്ള നിരവധി ദേശീയ മത്സരങ്ങളിൽ HRDS ഇന്ത്യ റെപ്രസെന്റ് 600 പരം കായിക താരങ്ങൾ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നും HRDS ഇന്ത്യയെ പ്രതികരിക്കുന്നതിനുള്ള സന്തോഷ വാർത്ത അറിയിക്കുന്നു. 2036 നടക്കുന്ന ഒളിമ്പിക്സിലേക്ക് രാജ്യം നീങ്ങുമ്പോൾ അതിനെ പിന്തുണയ്ക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് സെക്രട്ടറി അജി കൃഷ്ണന്റെ നേതൃത്വത്തിൽ ആരംഭിച്ച HRDS ഇന്ത്യ സ്പോർട്സ് അക്കാദമിയുടെ പ്രവർത്തനം. അൽഫോൺസ സിഗ്നേച്ചർ റെന്റൽ ജ്വല്ലറി തൊടുപുഴ KSRTC ബസ് സ്റ്റാൻഡിന് സമീപം തെക്കേടത്ത് ബിൽഡിംഗിൽ പ്രവർത്തനം ആരംഭിച്ചു. ആഘോഷവേളകളെ അവിസ്മരണീയമാക്കുവാനും വിവാഹം, മാമോദിസ, ആദ്യ കുർബാന, ബർത്ത്ഡേ, ഓണം മുതലായ ആഘോഷവേളകളിൽ പ്രൗഢിയോടെ അണിഞ്ഞൊരുങ്ങുവാനും റെന്റൽ ഓർണമെന്റ്സിന്റെയും ക്യാഷ്വൽ ആൻഡ് പാർട്ടി വെയർ ഓർണമെന്റ്സ്, വെഡ്ഡിംഗ് ഗൗൺ, ബൊക്കെ എല്ലാ അനുബന്ധ സേവനങ്ങളുമായി പ്രവർത്തനം ആരംഭിച്ച അൽഫോൺസ സിഗ്നേച്ചർ റെന്റൽ ജ്വല്ലറിയുടെ ഉദ്ഘാടനം മാനേജിംഗ് ഡയറക്ടർ തങ്കച്ചൻ അൽഫോൺസ് നിർവഹിച്ചു. ടൗൺ പള്ളി സഹവികാരി ഫാദർ ജോർജ് പീച്ചാനിക്കുന്നൽ സ്ഥാപനത്തിന്റെ വെഞ്ചിരിപ്പ് നിർവഹിച്ചു. ആഘോഷവേളകളെ അവിസ്മരണീയമാക്കുവാനും വിവാഹം, മാമോദിസ, ആദ്യ കുർബാന, ബർത്ത്ഡേ, ഓണം മുതലായ ആഘോഷവേളകളിൽ പ്രൗഢിയോടെ അണിഞ്ഞൊരുങ്ങുവാനും അൽഫോൺസ സിഗ്നേച്ചർ റെന്റൽ ജ്വല്ലറി തൊടുപുഴ KSRTC ബസ് സ്റ്റാൻഡിന് സമീപം തെക്കേടത്ത് ബിൽഡിംഗിൽ പ്രവർത്തനം ആരംഭിച്ചു. നൂതന ഫാഷനും ട്രഡീഷണൽ ശൈലിയും സമന്വയിപ്പിച്ച AD ആന്റിക്, സിൽവർ, റോസ് ഗോൾഡ്, ചെട്ടിനാട്, വിക്ടോറിയൻ AD തുടങ്ങിയ റെന്റൽ ഓർണമെന്റ്സിന്റെയും ക്യാഷ്വൽ ആൻഡ് പാർട്ടി വെയർ ഓർണമെന്റ്സ്, വെഡ്ഡിംഗ് ഗൗൺ, ബൊക്കെ, ഫ്ലവർ ട്രേ, ഓർണമെന്റ്സ് ട്രേ എല്ലാ അനുബന്ധ സേവനങ്ങളുമായി പ്രവർത്തനം ആരംഭിച്ച സ്ഥാപനത്തിന്റെ ഉദ്ഘാടനം മാനേജിംഗ് ഡയറക്ടർ തങ്കച്ചൻ അൽഫോൺസയും വെഞ്ചിരിപ്പ് ടൗൺ പള്ളി സഹവികാരി ഫാദർ ജോർജ് പീച്ചാനിക്കുന്നേലും നിർവഹിച്ചു.
ആനന്ദവും പ്രത്യാശയും ഇപ്പോഴും നീക്കുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ പാപങ്ങളോട് ക്ഷമിക്കണമേ. കർത്താവേ കനിയണമേ. മിശിഹായേ കനിയണമേ. കർത്താവേ ഞങ്ങളണയ്ക്കും പ്രാർത്ഥന സദയം കേൾക്കണമേ. സ്വർഗ്ഗപിതാവാം സകലേശ ദിവ്യാനുഗ്രഹമേ ഗണമേ. നരരക്ഷകനാം മിശിഹായേ ദിവ്യാനുഗ്രഹമേ ഗണമേ. തൊടുപുഴ മർച്ചന്റ്സ് അസോസിയേഷൻ പ്രസിഡന്റ് ടി സി രാജു തരണിയിൽ ചടങ്ങിൽ വിശിഷ്ടാതിഥിയായി പങ്കെടുത്തു. കഴിഞ്ഞ 8 വർഷമായി തൊടുപുഴയിൽ വിജയകരമായി പ്രവർത്തിച്ചു വരുന്ന അൽഫോൺസ ലേഡി സ്റ്റോർസ് സഹോദര സ്ഥാപനമാണ്. നാളിതുവരെ നൽകിയ സഹകരണത്തിന് നന്ദി പറയുന്നതിനൊപ്പം തുടർന്നും ഏവരുടെയും സാന്നിധ്യ സഹകരണം ഉണ്ടാകണമെന്ന് മാനേജ്മെന്റ് അഭ്യർത്ഥിച്ചു. ഞങ്ങൾ തൊടുപുഴ 8 വർഷത്തോളമായി അൽഫോൺസ എന്നുള്ള ലേബലിൽ പേരിൽ ഷോപ്പ് തുടങ്ങിയിട്ട് ഇത് അതിനോടനുബന്ധിച്ച് ഞങ്ങൾ റെൻ്റൽ ഓർണമെൻറ്റ്സ്, അതായത് കല്യാണം, മാമോദീസ, കല്യാണം, ഓണം, ഇങ്ങനെയുള്ള എല്ലാ സെലിബ്രേഷനും വേണ്ടിയിട്ടുള്ള ആഭരണങ്ങളുടെ ഒരു നല്ല ശേഖരം നിങ്ങൾക്ക് എപ്പം വേണേലും ഏത് രീതിയിൽ എങ്ങനെ ആഗ്രഹിച്ചാലും അവൈലബിൾ ആക്കിയിട്ടുള്ള ഒരു സാഹചര്യമാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ നിങ്ങളെല്ലാം സാന്നിധ്യവും സഹകരണവും ഇനിയും പ്രതീക്ഷിക്കുന്നു. എറണാകുളം, പാല, കോട്ടയം, ഈരാറ്റുപേട്ട, തൊടുപുഴ, ഇങ്ങനെ പല സ്ഥലങ്ങളിലായിട്ട് ഞങ്ങളുടെ സഹോദര സ്ഥാപനങ്ങളുണ്ട്. ഒരിക്കൽ കൂടി എല്ലാവർക്കും നന്ദിയും സ്നേഹവും പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. ഓക്കെ, തുടർന്നുള്ള സഹകരണം ഞാൻ പ്രതീക്ഷിച്ചു.
പേഴയ്ക്കാപ്പള്ളി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ SPC ദിനം ആചരിച്ചു. സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസ് രഞ്ജിത്ത് MR പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു. സ്കൂൾ PTA പ്രസിഡന്റ് ഹസീന ആസിഫ് അധ്യക്ഷത വഹിച്ചു. ദിനാചരണത്തോടനുബന്ധിച്ച് മൂവാറ്റുപുഴ കാർഷിക സഹകരണ ബാങ്കിന്റെ സഹകരണത്തോടെ സ്കൂളിന് സമീപം ആരംഭിച്ച ചെണ്ടുമല്ലി കൃഷിക്ക് കളപറിച്ച് കുട്ടികൾ ശ്രമദാനവും നടത്തി. 15ാമത് SPC ദിനത്തോടനുബന്ധിച്ച് പേഴയ്ക്കാപ്പള്ളി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വിപുലമായ പരിപാടികൾ സംഘടിപ്പിച്ചു. സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസ് രഞ്ജിത്ത് MR പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു. മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കുമ്പോഴാണ് ആളൊരു ഹീറോ ആവുന്നത്. കേട്ടിട്ടുണ്ടോ? ആരെങ്കിലും കേട്ടിട്ടുണ്ടോ? നമ്മൾ ട്രെയിനിങ് കഴിഞ്ഞ് അല്ലെങ്കിൽ നിങ്ങൾ ഇനി ഇത് കഴിഞ്ഞിട്ട് ചിലപ്പോൾ എന്നെ പോലെ പോലീസ് യൂണിഫോം ഇട്ട് ഇതുപോലെ ഇവിടെ വന്നു ഇതുപോലെ മറ്റ് സ്റ്റുഡൻസിന് ഇതുപോലെ സംസാരിക്കേണ്ടി വരും, അല്ലെങ്കിൽ എൻ്റെ സീനിയർ ഓഫീസറായിട്ട് വരും. ആ സമയത്തെല്ലാം നിങ്ങൾ ഒരു ഡിസിപ്ലിൻ SPC കേട്ടിട്ടില്ലേ? കേരളത്തെന്ന് പറഞ്ഞാൽ വാക്കിന്റെ മീനിങ് കേട്ടില്ല. SPC എന്ന് പറഞ്ഞാൽ സ്റ്റുഡൻസ് പോലീസ് കേടത്തെന്നല്ലേ? കേടത്തെന്താന്ന് അറിയണ്ട. എന്താ കേടത്ത്? എന്റെ ട്രെയിനിങ് സമയത്ത് ഞങ്ങൾ ഓരോരുത്തരും സബ് ഇൻസ്പെക്ടർ കേടത്തെന്നാ പറഞ്ഞു. അപ്പൊ എന്താ കേടത്തെന്ന് വാക്കിന്റെ മീനിങ്? PTA പ്രസിഡന്റ് ഹസീന ആസിഫ് അധ്യക്ഷത വഹിച്ചു. കുട്ടികളുടെ നേതൃത്വത്തിൽ നടന്ന പരേഡിന് സീനിയർ സിവിൽ പോലീസ് ഓഫീസർ അജിംസ് RO സല്യൂട്ട് സ്വീകരിച്ചു. ദേശഭക്തി ഗാനത്തിന് കുട്ടികൾ ചുവടുവെച്ചു. ദിനാചരണത്തോടനുബന്ധിച്ച് മൂവാറ്റുപുഴ കാർഷിക സഹകരണ ബാങ്കിന്റെ സഹകരണത്തോടെ സ്കൂളിന് സമീപം ആരംഭിച്ച ചെണ്ടുമല്ലി കൃഷിക്ക് കളപറിച്ച് കുട്ടികൾ ശ്രമദാനവും നടത്തി. പ്രിൻസിപ്പൽ സന്തോഷ് TB SPC ദിന സന്ദേശം നൽകി. സ്കൂൾ ഹെഡ് മിസ്ട്രസ് സഫീന A, സ്കൂൾ SPC ഓഫീസർമാരായ ശ്രീലക്ഷ്മി NR, സൽവ M, PTA അംഗങ്ങളായ മുഹമ്മദ് അലി KP, ഫൈസൽ മുണ്ടങ്ങാമറ്റം, ഷാൻ കോണിക്കൽ, അധ്യാപകരായ ഗീതു G നായർ, KM നൌഫൽ, മുഹ്സീന PK എന്നിവർ സംസാരിച്ചു. മഹാത്മാഗാന്ധി സർവകലാശാലയിൽ നിന്നും MSc സ്റ്റാറ്റിസ്റ്റിക്സിൽ 2ാം റാങ്ക് കരസ്ഥമാക്കിയ പൈമറ്റ സ്വദേശി നിമ ജിജോയെ ആന്റണി ജോൺ MLA വീട്ടിലെത്തി അനുമോദിച്ചു. കേരള കർഷക സംഘത്തിന്റെ നേതൃത്വത്തിലാണ് അനുമോദനം സംഘടിപ്പിച്ചത്. മഹാത്മാഗാന്ധി സർവകലാശാലയിൽ നിന്നും MSc സ്റ്റാറ്റിസ്റ്റിക്സിൽ 2ാം റാങ്ക് കരസ്ഥമാക്കിയ പൈമറ്റം സ്വദേശി പള്ളത്തി വീട്ടിൽ നിമ ജിജോയെ ആന്റണി ജോൺ MLA വീട്ടിലെത്തി അനുമോദിച്ചു. നമ്മുടെ നാടിന് അഭിമാനമായി മാറി കൊച്ചുപിടിക്ക് നിമ ജിജോ മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റിയുടെ MSc സ്റ്റാറ്റിസ്റ്റിക്സ് 2ാം റാങ്ക് കരസ്ഥമാക്കിയിരിക്കുകയാണ്. ഇന്ന് നമുക്കെല്ലാം അറിയാവുന്നതുപോലെ രാജ്യത്ത് തന്നെ മുൻനിര സർവകലാശാലകളുടെ പട്ടികയിലേക്ക് അല്ലെങ്കിൽ ആ ഗണത്തിലേക്ക് മാറിയിട്ടുള്ള MG സർവകലാശാലയിൽ ഒരു PG കോഴ്സിന് സ്റ്റാറ്റിസ്റ്റിക്സിന് 2nd റാങ്ക് നേടുക എന്ന് പറഞ്ഞാൽ അതത്ര എളുപ്പമുള്ള കാര്യമല്ല. അപ്പോൾ കഠിനാധ്വാനം കൊണ്ട് ഒരു മികച്ച വിജയമാണ് ഈ കൊച്ചുമിനിക്ക് കരസ്ഥമാക്കിയിട്ടുള്ളത്. ഇന്നിപ്പോൾ നിമയ്ക്ക് നൽകുന്ന ഈ ആദരവ് നിമ ഏറ്റവും അധികം സന്തോഷിക്കുന്ന നിമിഷങ്ങളാണ് ഇതെന്ന് ഞാൻ മനസ്സിലാക്കുകയാണ്. അപ്പോൾ മികച്ച വിജയം നേടിയ ഇനി ഇതുപോലെ ലഭിക്കുന്ന ആദരവുകളും അംഗീകാരങ്ങളും ഒക്കെ തുടർന്നുള്ള തൻ്റെ ജീവിതത്തിലും ഒരുപാട് നേട്ടങ്ങൾ എത്തിപ്പിടിക്കാൻ, നേട്ടങ്ങൾ കൈവരിക്കാൻ ഈ കൊച്ചുമിടുക്കിക്ക് കഴിയട്ടെ എന്നും കൂടി ആശംസിച്ചുകൊണ്ട് മികച്ച ഒരു വിജയം കരസ്ഥമാക്കിയ നിമയെ ഈ നിലയിൽ മാറ്റി തീർക്കുന്നതിന് എല്ലാ നിലയിലുമുള്ള പിന്തുണയും കൊടുത്ത പ്രിയപ്പെട്ട രക്ഷിതാക്കളെയും നിമയുടെ അധ്യാപകരെയും എല്ലാ കാലത്തും നല്ല പ്രോത്സാഹനവും പിന്തുണയും നൽകുന്ന ഇവിടുത്തെ പൊതുപ്രവർത്തകരെയും ഒക്കെ പ്രത്യേകമായി MLA എന്നുള്ള നിലയിൽ ഈ അവസരത്തിൽ അഭിനന്ദിച്ചുകൊണ്ട് കർഷക സംഘം നൽകുന്ന ഈ ആദരവ് നിമയ്ക്ക് കൈമാറുകയാണ്. മൂവാറ്റുപുഴ നിർമ്മല കോളേജിലാണ് MSc സ്റ്റാറ്റിസ്റ്റിക്സ് പഠിച്ചത്. നിമയുടെ വിജയം പുതിയ തലമുറയ്ക്കാകെ മാതൃകയാണെന്ന് MLA അഭിപ്രായപ്പെട്ടു. അനുമോദന വേളയിൽ വാർഡ് മെമ്പർ സഫിയ സലീം, കർഷക സംഘം കവളങ്ങാട് ഏരിയ സെക്രട്ടറി KB മുഹമ്മദ്, യൂണിറ്റ് സെക്രട്ടറി മുഹമ്മദ് കാലപ്പറമ്പിൽ, പ്രസിഡന്റ് ബിനു ഐസക്, ബ്രാഞ്ച് സെക്രട്ടറി VS നൌഫൽ, മുൻ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് MO സലീം, DYFI യൂണിറ്റ് സെക്രട്ടറി അമിൻ സുഹൈൽ, നിമയുടെ രക്ഷിതാക്കളും കുടുംബാംഗങ്ങളും സന്നിഹിതരായിരുന്നു. കേരള കർഷക സംഘത്തിന്റെ നേതൃത്വത്തിലാണ് അനുമോദനം സംഘടിപ്പിച്ചത്. ന്യൂസ് ബ്യൂറോ, കോതമംഗലം. മുസ്ലിം യൂത്ത് ലീഗ് കവളങ്ങാട് പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഭാഷാ സമര അനുസ്മരണവും അവാർഡ് ദാനവും സംഘടിപ്പിച്ചു. തലക്കോട് CH സ്മാരക മന്ദിരത്തിൽ നടന്ന സമ്മേളനത്തിൽ SSLC+2 പരീക്ഷകളിൽ കവളങ്ങാട് പഞ്ചായത്തിലെ വിവിധ പ്രദേശങ്ങളിൽ നിന്ന് ഉന്നത വിജയം നേടിയ പ്രതിഭകളെ ആദരിച്ചു. മുസ്ലിം ലീഗ് നിയോജക മണ്ഡലം ട്രഷറർ PMA കരീം ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ മുസ്ലിം ലീഗ് കവളങ്ങാട് പഞ്ചായത്ത് പ്രസിഡന്റ് CS അഫ്സൽ അധ്യക്ഷത വഹിച്ചു. മുസ്ലിം ലീഗ് നിയോജക മണ്ഡലം വൈസ് പ്രസിഡന്റ് വാസിഫ് ഷാഹുൽ
ഭാഷാ സമര അനുസ്മരണം നടത്തി. മുസ്ലിം ലീഗ് പഞ്ചായത്ത് പ്രസിഡന്റ് KM അലിയാർ മാസ്റ്റർ സ്വാഗതം പറഞ്ഞു. ഗ്രാമപഞ്ചായത്ത് അംഗം രാജേഷ് കുഞ്ഞുമോൻ, മുസ്ലിം ലീഗ് ശാഖാ സെക്രട്ടറി PA ഷാജഹാൻ, STU മേഖലാ സെക്രട്ടറി PS ബഷീർ, റഹീം ഊരഞ്ചേരി, PK ഷമീർ, ബിലാൽ നാസർ, അമൽ ഫയാസ്, ആസിഫ് അലി, അസീഫ് എന്നിവർ പ്രസംഗിച്ചു. യോഗത്തിൽ തലക്കോട് ശാഖ യൂത്ത് ലീഗ് ഭാരവാഹികളെയും തിരഞ്ഞെടുത്തു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. തൊടുപുഴ നഗരത്തിലെ മോർ ജംഗ്ഷനിൽ വർദ്ധിച്ചു വരുന്ന ഗതാഗത കുരുക്ക് നിയന്ത്രിക്കുവാൻ ഇതുവരെയും നടപടി സ്വീകരിച്ചിട്ടില്ല. വർഷങ്ങളായി ജംഗ്ഷനിലെ സിഗ്നൽ സംവിധാനം തകരാറിലാണ്. കേരള സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ അധ്യാപക മാർച്ചും ധർണയും നടത്തി. ധർണ CPIM ജില്ലാ സെക്രട്ടറി CV വർഗീസ് ഉദ്ഘാടനം ചെയ്തു. ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആൻസി തോമസ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനം രാജിവെച്ചു. നെടുങ്കണ്ടം റോട്ടറി ക്ലബ് ഓഫ് ഈസ്റ്റ് ഹിൽസും തൊടുപുഴ സ്മിത മെമ്മോറിയൽ ആശുപത്രിയും ടെസ്റ്റ് ലാബും സംയുക്തമായി ഞായറാഴ്ച നെടുങ്കണ്ടം പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ വെച്ച് സൗജന്യ മെഗാ മെഡിക്കൽ ക്യാമ്പ് നടത്തുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. HRDS ഇന്ത്യ സ്പോർട്സ് അക്കാദമിയുടെ ലോക പോലീസ് മെഡൽ ജേതാവ് വിനീത് ശശീന്ദ്രന് HRDS ഇന്ത്യ തൊടുപുഴ ഓഫീസിൽ ഊഷ്മളമായ സ്വീകരണം നൽകി. HRDS ഇന്ത്യ ഡയറക്ടർ ബിജു കൃഷ്ണൻ മെമന്റോ നൽകി ആദരിച്ചു. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു.